അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മളെ ഐറ്റം എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താ പറയാ, ഈ നീരിറക്കമുള്ളവരാണെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്, അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ രീതിയിൽ തന്നെ ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മുടി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. മുടി വളരുക പറഞ്ഞാൽ നല്ല തിക്നെസ്സോടെ വളരാന്, നീളം മാത്രമല്ല നമ്മളെ മുടിക്ക് നല്ല ഉള്ളി വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. എന്റെ മുടി പ്രസവം കഴിഞ്ഞ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ ഉരുവി പോരുന്നു. ഇവനൊരു 2 വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് നല്ല പോലെ ഊരലുണ്ടായിരുന്നു. കാരണം നമ്മളെ കാൽസ്യം ഒക്കെ നഷ്ടപ്പെടുകയാണല്ലോ. അങ്ങനെ ഞാൻ കാൽസ്യത്തിൻ്റെതും അയണിന്റെ ഗുളികയും ഒക്കെ കുറെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് മുടി ഭയങ്കരമായിട്ട് വളരുവോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടല്ലേ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതില് ഞാൻ പിന്നെ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഹോം റെമഡീസ് ആണ് ചെയ്തത് കൂടുതലായിട്ടും. പിന്നെ ഭക്ഷണത്തില് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി. ഭക്ഷണത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മുരിങ്ങേന്റെ ഇല കഴിക്കുക, അതുപോലെ തന്നെ ഇലക്കറികൾ കഴിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഉറുമാമ്പഴം, ഇങ്ങനത്തെ കാര്യങ്ങൾ അയൺ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. പിന്നെ പ്രോട്ടീൻ ആയിട്ടുള്ളത് ചെറുപയർ, അതുപോലെ തന്നെ എഗ്ഗ്, പിന്നെ മിൽക്ക്, ഇതൊക്കെ കഴിക്കാം. അതും തുടർച്ചയായിട്ട് ഭയങ്കരമായിട്ട് കഴിക്കുകയല്ല. പിന്നെ അപ്പം എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ കഴിക്കുകയായിരുന്നു. അപ്പൊ ഞാന് ഹോം റെമഡി ആയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഞാന് ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവിടെ കണ്ടോ, നല്ല മഴയും നല്ല കാറ്റുമാണ്. കുറച്ച് ദിവസമായിട്ട്, 2-3 ദിവസമായിട്ട് ഭയങ്കര കാറ്റും ഭയങ്കര മഴയൊക്കെയാണ് കേട്ടോ. ഇതാണ് അവസ്ഥ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇതിങ്ങനെ ഷിവറിങ് ആവും, കാരണം കാറ്റൊക്കെ അടിക്കുമ്പോഴേ. അപ്പൊ ഈ ഒരു ഹോം റെമഡി എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ മുടിക്ക് നല്ലൊരു ഉള്ളു വരും. എനിക്ക് എന്താന്ന് വെച്ചാൽ എന്റെ തുമ്പിലേക്കുള്ള മുടിയാണ് ഇങ്ങനെ പോയി വന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ നമ്മൾ വളരും തോറും തുമ്പിലത്തെ മുടി ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഒരു മാസം ഇടവിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുടി കറക്റ്റ് ലെവലിൽ നമുക്ക് വളരുള്ളൂ. ഈ ഒരു റെമഡി എന്താണെന്നുള്ളത്, ഇതെങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പനിക്കൂർക്കലാണ്. പനിക്കൂർക്കലും തുളസിയുമാണ് വേണ്ടത്. നിങ്ങൾക്ക് കരിന്തുളസി ഉണ്ടെങ്കിൽ കരിന്തുളസി എടുക്കാം. എൻ്റെ കയ്യിൽ വെള്ള തുളസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് രണ്ടും കൂടി നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കുക. നിങ്ങളുടെ അടുത്ത് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് അരച്ചാൽ മതി, ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കഞ്ഞിവെള്ളം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്താണ് അരച്ചത്. ഇനി ഈ ഒരു സാധനം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് വറുത്തത് വറുക്കാത്തത് അത് നിങ്ങളുടെ ഇഷ്ടം, അത് ഏതായാലും കുഴപ്പമില്ല. കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മളെ ഐറ്റം എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താ പറയാ, ഈ നീരിറക്കമുള്ളവരാണെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാറ്റടിച്ചിട്ട് ജനലൊക്കെ അടഞ്ഞു പോയിട്ടോ. അപ്പൊ നീരിറക്കമുള്ളവർക്ക് പോലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളെ അതിന്റെ ആ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു 6 മാസം കൊണ്ട് തന്നെ മുടിക്ക് നല്ലൊരു കട്ടി വരും. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുത്താൽ മാത്രം മതി. വീണ്ടും അടഞ്ഞു, കാറ്റുകൊണ്ട് അടഞ്ഞതാണ് കേട്ടോ. നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്, അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ രീതിയിൽ തന്നെ ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് മുടി എന്ത് ചെയ്യുക, നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്ത് കൊടുക്കുക. കാറ്റ് അടഞ്ഞുപോയി. അപ്പൊ നമ്മളെങ്ങനെ ഡീറ്റാങ്കിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മുടി നന്നായിട്ടൊന്ന് കോരിയിട്ട് ആ മുടിയിലെ തുമ്പൊക്കെ നമ്മള് മുടിന്റെ തുമ്പെന്ന് വേണം നമ്മൾ ചിക്കർക്ക് കൊണ്ടുവരാൻ കേട്ടോ. ചിക്കർക്ക് പറഞ്ഞാല് നമ്മളെ മുടിയിലെ കെട്ട് അഴിക്കാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ കേട്ടോ. എൻ്റെ ഒക്കെ മുടി എന്ന് പറഞ്ഞാൽ ക്രിസ്പി ആയിട്ടുള്ളൊരു ഹെയർ ആണ്. ഇത്രയും ക്രിസ്പി ആയത് എണ്ണയൊക്കെ തേച്ച് ഒപ്പിച്ച് നടക്കണം. അപ്പോൾ നമ്മളിങ്ങനെ മുടി ചെയ്യുക. എന്നിട്ട് ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് നമ്മൾ തലന്റെ ഇങ്ങനെ ഒന്ന് ഒരു ഇത് കൊടുക്കുക, മെസ്സാജ് കൊടുക്കുക. ഞാൻ ഇതും കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് തലേന്റെ അകത്ത് ഇങ്ങനെ ഒന്ന് കോതി കൊടുക്കൂട്ടോ. കാരണം ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. ഓരോ ഭാഗം എടുത്തിട്ട് ഞാൻ എണ്ണ തേക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യാറുണ്ട്. അതാകുമ്പോ തലയിൽ താരൻ ഉണ്ടെങ്കിൽ പോലും അത് ഇളകി അങ്ങ് പോരും. താരനും ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പിന്നെ മെല്ലെ മെല്ലെ ഞാൻ മാറ്റി. എന്നാലും ഉണ്ട്, ചെറിയ രീതിയിലുണ്ട്. താരന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതേപോലെ നല്ല ഹെൽപ്ഫുള്ളാ. പെട്ടെന്ന് മുടി വളരും കേട്ടോ, പെട്ടെന്ന് മുടിയും വളരും, ഉള്ളി വെക്കും. ഈ ഒരു ഭാഗം ഓക്കെ. ഇനി അടുത്തത് ഈ ഭാഗം. Stories trapped in the sea. Break the chains, they're holding you tight. Shine your light into the night. Love yourself, that's the key. Unlock the dream. അപ്പോൾ ദാ ഞാൻ തലയോട്ടിയിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മസാജ് കൊടുത്ത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിംഗ് ചെയ്യാം. തലയോട്ടിയിൽ തന്നെയാണ് ഓയിലിംഗ് ചെയ്യേണ്ടത്, എന്നാൽ മാത്രമേ മുടി വളരുള്ളൂ. അപ്പോൾ ഓരോരോ പാർട്ടായിട്ട് നമ്മൾ വകച്ചിലെടുത്തിട്ട് ആ വകച്ചിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓയിലിംഗ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ എങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക, ഓരോ ഭാഗമായിട്ട് കേട്ടോ. ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ആദ്യം സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ കൂടെ ആ ഒരു വകച്ചിലൂടെ തന്നെ നമ്മൾ ഓയിലിംഗ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോരോ ഭാഗത്തും നമ്മൾ പാർട്ടീഷൻ എടുത്തിട്ട് അതിലൂടെ തന്നെ ഓയിലിംഗ് ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾ നന്നായിട്ട് മസാജിങ് കൊടുക്കുക. Light into the night. Love yourself, that's the key. അപ്പോൾ തലയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഓയിലിംഗ് ചെയ്ത് മസാജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് മസാജിങ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതും ഞാൻ സെയിം അതേപോലെ തന്നെ ഓരോ വകച്ചിലെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ തലയോട്ടിയിലേക്കാണ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ഓരോരോ ഭാഗത്ത് ഞാൻ വകച്ചിലെടുക്കും. എന്നിട്ട് ഓരോരോ ഭാഗത്തേക്കും ഞാൻ തലയോട്ടിയിലേക്കാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. Light into the night.
Love yourself, that's the key. Unlock the dreams, let them be free. You're a star in your own sky. Spread your wings and learn to fly. Echoes of doubt fade in the breeze. You are more than just their tease. Step up high, stand your ground. Let your heartbeat be the sound. Love yourself, that's the key. Unlock the dreams, let them be free. You're a star in your own sky. Spread your wings and learn to fly. Oh, love yourself, but that's the key. Unlock the dreams, let them be free. You're a star in your own sky. Spread your wings and learn to fly. Those of doubt fade in the breeze. You are more than just their tease. Step up high, stand your ground. Let your heartbeat be the sound. Know more yourself, that's the key. Unlock the dreams, let them be free. You're a star in your own sky. Spread your wings and learn to fly. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു പാക്ക് തലയിൽ വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പൂ ഇട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ ഷാമ്പൂ ഇട്ട് കഴുകാം. ഞാൻ നോർമൽ വാട്ടറിലാണ് കേട്ടോ കഴുകുന്നത്. അപ്പോൾ ദാ ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ മുടി സാദാ വെള്ളത്തിൽ നോർമൽ വാട്ടറിലാണ് കഴുകിയത്. അങ്ങനെ കഴുകി വെറുതെ ഒന്ന് കഴുകി വിട്ടതാണ്. പിന്നെ ഇതിൽ ഇപ്പോൾ പനിക്കൂർക്കലിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും, ആ തുളസീൻ്റെ ഒരു സ്മെല്ലുണ്ടാവും എന്നല്ലാണ്ട് വേറെ നമ്മൾ മുട്ടയോ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തല വെറുതെ കഴുകിയാലും മതി, അതിന് ഷാമ്പൂ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രിസി ഹെയർ ആണ്, അപ്പോൾ കുറച്ച് എണ്ണ അവിടെ തലയിൽ നിന്നോട്ടെ എന്നുള്ള ഒരു ഇതിലും കൂടിയാണ് ഞാൻ തല വെറുതെ കഴുകുന്നത്. അപ്പോൾ ഒരു മോയ്സ്ചർ കണ്ടെയ്നിങ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശരിയായ രീതിയിൽ നമ്മുടെ തലയിൽ ആ ഒരു തുളസീൻ്റെയും അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ പനിക്കൂർക്കലിൻ്റെ ഒക്കെ ആ ഒരു ഗുണം കറക്റ്റ് കിട്ടും. പിന്നെ നല്ലൊരു സ്മെല്ലാണ് മുടിക്ക്. നിങ്ങൾക്ക് ഈ സ്മെല്ല് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പൂ ഇട്ട് കഴുകി കളയാം കേട്ടോ. അപ്പം ഞാനിതാ 20 മിനിറ്റിന് ശേഷം എൻ്റെ മുടിയൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. ഞാൻ വെറുതെ വെള്ളത്തിൽ കഴുകിയതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പൂ ഇട്ടിട്ട് കഴുകാം. ഞാൻ വെറുതെ കഴുകലാണ്. കാരണം എൻ്റെ തല കുറച്ചൊരു എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഫ്രിസി ആയിട്ടുള്ള മുടിയാണ്. അപ്പം നല്ല ഒതുങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഹെയറിൽ ആ ഓയിൽ വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ മുടി ജസ്റ്റ് കഴുകിയതാണ്. അപ്പോൾ 20 മിനിറ്റിന് ശേഷമാണ് കഴുകിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഞാനിത് ചെയ്യാറുള്ളൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരും. അതുപോലെ പനിക്കൂർക്കലുള്ളത് കൊണ്ട് തന്നെ നമ്മളെ മുടി നീരിറക്കം, നമുക്ക് തലയിലേക്ക് നീരിറക്കം ഉണ്ടാവുന്നത് ഇല്ലാതിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പാക്ക് ഒരു 20 മിനിറ്റ് വെച്ചാലും വേറെ മറ്റ് പാക്കുകൾ വെക്കുന്ന പോലെ നമുക്ക് നീരിറക്കവും കാര്യങ്ങളും തുമ്മൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു നീരിറക്കം വരുന്ന, അതായത് അലർജി ഒക്കെ ഉള്ളവർ, ഞാനൊക്കെ അലർജി ഉള്ള ഒരു വ്യക്തിയാണ്, അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. കുറച്ച് തുളസി, കുറച്ച് പനിക്കൂർക്കല്, കുറച്ച് അരിപ്പൊടി, ഇത് മാത്രം മതി. സുഖമായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തന്ന അതേ സ്റ്റെപ്പ് അതേ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. ഒരു 6 മാസമെങ്കിലും എടുക്കും കറക്റ്റായിട്ട് മുടി വളർന്ന് ആ ഒരു കട്ടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ക്ഷമയോടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മളെ മുടി നന്നായിട്ട് വളരുകയും മുടി നല്ല കട്ടി വെക്കുകയും നമുക്ക് മുടിക്ക് നല്ലൊരു സ്ട്രെങ്ത് വരാനൊക്കെ സഹായിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.